എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഏതൊരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുമ്പോഴും ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന്. അതായത് മുൻവർഷ ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് വേണം നമ്മൾ ആദ്യം പഠിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്ക് ഏതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫോക്കസ് ഏരിയ കണ്ടെത്തി പഠിച്ചാൽ കുറച്ചും കൂടിയും എക്സാം നമുക്ക് എളുപ്പമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ മുൻവർഷ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആ പ്രദേശം ഉത്തര മഹാസമതലമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് അറിയപ്പെടുന്നത്. ഇത് ഹിമാലയൻ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി രൂപം കൊള്ളുന്ന ഒന്നാണ്. അതായത് ഹിമാലയൻ നദികളുടെ നിക്ഷേപണ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഉത്തര മഹാസമതലം. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു പേരുണ്ട്. ഏതാണ്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നു പേരുകൂടി ഇതിനുണ്ട്. കാരണം നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഹിമാലയൻ നദികളുടെ നിക്ഷേപണ പ്രക്രിയ മൂലമാണ് ഇത് ഫോം ആവുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം കൂടിയാണ് ഉത്തര മഹാസമതലം. അപ്പോൾ ഇതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഉത്തര മഹാസമതലത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്, അല്ലെങ്കിൽ എക്കൽ മണ്ണിനമാണ് ഉത്തര മഹാസമതലത്തിൽ കൂടുതലായിട്ട് കാണുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന വിശേഷണം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തര മഹാസമതലമാണ്. അതുപോലെ തന്നെ ഈ ഉത്തര മഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഥാർ മരുഭൂമി. ഥാർ മരുഭൂമി എന്നതാണ് ഈ ഉത്തര മഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. നമുക്ക് നോക്കാം. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമിക്ക് ഷൺമുഖദാസൻ എന്ന പേര് നൽകിയതാരാണ്? തൈക്കാട് അയ്യയാണ്. അല്ലെങ്കിൽ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചാലും ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനം. ഈ ഓഗസ്റ്റ് 25 കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതുപോലെ അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ. തിരുവിതാംകൂറിൽ മൃഗബലി നിരോധനം ചെയ്ത വ്യക്തി കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ. തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിക്കാൻ പരിശ്രമിച്ച വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. ഈ പ്രാചീന മലയാളത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നത്? അതായത് പ്രാചീന കേരളത്തിലെ ജാതിരഹിത സമൂഹത്തെക്കുറിച്ചാണ് ഈ കൃതി പരാമർശിക്കുന്നത്. അടുത്തതാണ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. ചെറുകുടലിലെ ബാക്ടീരിയകളാൽ നിർമ്മിക്കപ്പെടുന്നതാണ് വൈറ്റമിൻ കെ. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ കെ എന്നത്. ഈ വൈറ്റമിൻ കെയുടെ ഭക്ഷ്യ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ക്യാബേജ്, ചീര, കോളിഫ്ലവർ ആണ് ഈ ജീവകം കെയുടെ ഭക്ഷ്യ സ്രോതസ്സുകൾ. അതുപോലെ ജീവകം കെയുടെ അപര്യാപ്തത മൂലമുള്ള രോഗമാണ് ഹെമറേജ്, അല്ലെങ്കിൽ ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാലും ജീവകം കെ ആണ്. അതുപോലെ ആദ്യമായി കണ്ടെത്തിയ വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ആണ് ആദ്യമായി കണ്ടെത്തിയത്. ശ്രീനഗർ കാർഗിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ശ്രീനഗറിനെ കാർഗിലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജിലയാണ്. സോജിലയാണ് ശ്രീനഗറിനെ കാർഗിലുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. എന്താണ് ചുരം? അതായത് പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായിട്ടുള്ള സ്വാഭാവിക മലയിടുക്കുകളെയാണ് ചുരങ്ങളെന്ന് അറിയപ്പെടുന്നത്. ചരിത്രപ്രസിദ്ധമായ പട്ടുപാത എന്ന വ്യാപാര മാർഗത്തിൻ്റെ ഭാഗമായിരുന്ന ചുരം ഏതാണ്? നാഥുല ചുരമാണ്. പട്ടുപാത എന്ന വ്യാപാര മാർഗത്തിൻ്റെ ഭാഗമായത് നാഥുല ചുരമാണ്.
അതുപോലെ ഇന്ത്യയും ചൈനയുമായുള്ള 2006 കരാറിനെ തുടർന്ന് വ്യാപാരത്തിനായിട്ട് തുറന്ന ചുരമാണ് നാഥുല ചുരം. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള വ്യാപാരത്തിന് 2006 തുറന്നു കൊടുത്ത ചുരമാണ് നാഥുല ചുരം. ഇന്ത്യ, ചൈന, നേപ്പാൾ എന്നീ രാജ്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന മറ്റൊരു ചുരമാണ് ലിപുലേഖ ചുരം. ഇന്ത്യ, ചൈന, നേപ്പാൾ എന്നീ രാജ്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം. അതുപോലെ ബോലൻ ചുരം എവിടെയാണ്? പാകിസ്ഥാനിലാണ് ബോലൻ ചുരം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ബനിഹാൽ, ജമ്മുവിനെയും ശ്രീനഗറിനെയും കണക്ട് ചെയ്യുന്ന ചുരമാണ് ബനിഹാൽ. അടുത്താണ് ഷിപ്കി ചുരം. ഇത് ഹിമാചൽ പ്രദേശിനെ ടിബറ്റായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഗർത്തുങ്കുല പാസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ലേയിനെ സിയാച്ചിൻ ഗ്ലേസിയറായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. ഇതിൻ്റെ നേതാവ് ആരാണ്? ഇത് പാണ്ഡുരംഗ് ഹെഡ്ഗെയാണ് അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. അതുപോലെ രാജാവിൻ്റെ ഭടന്മാരുടെ മരം മുറിക്കൽ തടയാൻ രാജസ്ഥാനിലെ ഗജാർലി എന്ന സ്ഥലത്ത് ആരംഭിച്ച മറ്റൊരു പ്രസ്ഥാനമാണ് ബിഷ്ണോയി പ്രസ്ഥാനം. രാജസ്ഥാനിലെ ഗജാർലി എന്ന സ്ഥലത്ത് ആരംഭിച്ചതാണ് ബിഷ്ണോയി പ്രസ്ഥാനം. അതുപോലെ 1973 ചമോലി ജില്ലയിൽ നടന്നതാണ് ചിപ്കോ പ്രസ്ഥാനം. 1973 ചിപ്കോ പ്രസ്ഥാനം നടന്നത്. അതുപോലെ ജംഗൽ ബച്ചാവോ ആന്തോളൻ നടന്നത് എവിടെയാണ്? ബീഹാറിലാണ് അത് നടന്നത്. അതിന് നേതൃത്വം നൽകിയത് ആരാണ്? സിക്ബം ജില്ലയിലെ ആദിവാസികളാണ് അതിന് നേതൃത്വം നൽകിയത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും PSC ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ക്യാബിനറ്റ് മിഷന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്? 1946. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വച്ചത് ആരാണ്? അത് MN റോയി ആണ്. അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടന, സ്വന്തമായ ഒരു ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അതിൻ്റെ ആദ്യ സമ്മേളനം നടന്നതാണ് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 മുതൽ 23 വരെയാണ് നടന്നത്. ഇതിൻ്റെ താൽക്കാലിക അധ്യക്ഷനായത് ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. പിന്നീട് ഇതിൻ്റെ സ്ഥിരം അധ്യക്ഷനായതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് നമ്മളിന്ന് നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.